ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ഇന്ത്യൻ സ്പെക്കായിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയിൽ ചെയ്ത് ഒരു ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി അവിടെ കഫേൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിന്നിട്ട് നോക്കാം. ഓക്കെ, അവിടെ വണ്ടി കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിലൂടെ എൻട്രൻസ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ഇന്നോവ ക്രിസ്റ്റയെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കിത് കണ്ടാൽ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ കാർബൺ ഓട്ടോമോട്ടീവ്, അതായത് പുത്തനത്താണി വരുന്ന കാർബൺ ഓട്ടോമോട്ടീവ് ലേറ്റസ്റ്റ് അല്ല, കുറച്ച് മുന്നേ ഇറക്കിയിട്ടുള്ള ഒരു ക്രിസ്റ്റ ആയിരുന്നു. അതിൽ ചെയ്തൊരു സെയിം സ്പെക്കാണ്. ഇതിൻ്റെ സർപ്രൈസ് എന്താണെന്നുള്ളത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ടൈപ്പ് 4ൻ്റെ ഒരു കൺവെർട്ടബിൾ എന്താ പറയുക, ഒരു കസ്റ്റം ഗ്രില്ലൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓണർ. അതുപോലെ തന്നെ വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, ജസ്റ്റ് ഒരു അലോയ് കയറ്റിയിട്ടുണ്ട്. പിന്നെ ടീമിൻ്റെ ബാഡ്ജ് നെയിമും ഇതിൽ കൊടുത്തിട്ടുണ്ട്, ലെവൽ എക്സ് ഏലിയൻസിൻ്റെ. നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു ടീമാണ്. പിന്നെ വണ്ടി ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ടോട്ടലി ഞാൻ ആദ്യം തന്നെ പറയാമല്ലോ, ഇത് ഫുള്ളി റാപ്പിഡാണ്. ഈ ഒരു കളറിലേക്ക് ഫുള്ള് റാപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ വണ്ടി ടോട്ടലി. പിന്നെ 18 ഇഞ്ചിൻ്റെ അലോയിലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരു നോർമലി നമ്മളെ സിവിക്കിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സെയിം വീൽ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വൈറ്റ് കളറിലാണ് വരുന്നത്. പിന്നെ മിറർ ഓട്ടോ ഫോൾഡിങ് ആക്കിയിട്ടുണ്ട് വിത്ത് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഇതിൽ വരുന്നില്ല, അത് ആഡ് ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഇത് ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ്. ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് വേറെ കയറ്റിയതാണ്. ഇതിനൊക്കെ നമ്മളെ സാധാ ബൾബാണ് വരുന്നത്, പക്ഷെ അത് പ്രൊജക്ടർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടെയിൽ ലൈറ്റും. പിന്നെ ഇതിൽ സൺറൂഫ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അത് വർക്കിംഗ് ആണ്. അത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ടീം ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്ലാക്ക് സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പൊന്നും അല്ല, ജസ്റ്റ് നോർമൽ റാപ്പാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ടീം ബാഡ്ജിൻ്റെ ഒരു പ്ലേറ്റും തന്നെ ഉള്ളൂ, കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഡുവൽ ടിപ്പ് എക്സോസ്റ്റ് ഉണ്ട്, ഒന്ന് മാത്രം വർക്കിംഗ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കാര്യമായിട്ട് വേറെ ഒന്നും എടുത്ത് പറയാനില്ല. ഒരു നോർമൽ വണ്ടിയാണ്, പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സർപ്രൈസ് ഫുള്ള് അപ്പുറത്തെ സൈഡിലും പിന്നെ അതുപോലത്തെ കാര്യമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുമാണ്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റം ഗ്രില്ലാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. 2 ഫോഗ് ലൈറ്റൊക്കെ അത് ആ ഇന്നോവയെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഓണർ. ദെൻ ഹുഡിൻ്റെ ഭാഗത്തിലോട്ടേക്ക് വരുമ്പോൾ കസ്റ്റം ഹുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഹുഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഓണർ. സോ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക റൈറ്റ് സൈഡിലൊന്ന് പോയി നോക്കാം. ഓക്കെ ദെൻ ലുക്ക് ഇറ്റ്സ് ദാറ്റ്. ഓക്കെ, പക്ക ഒരു ആ ഒരു റിയാലിറ്റിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ ആ ഷോപ്പിൻ്റെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്, കാർബൺ. അത് ആ സ്റ്റിക്കറിലും സെയിം അതേപോലെ തന്നെയാണ്. നമ്മൾ ആ ടർബോ ചാർജിങ് അതിൻ്റെ ആ ഒരു ഗ്രാഫിക്കൊക്കെ സെയിം സ്പെക്ട്. ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് വണ്ടി. വിട്ട് നിന്ന് നോക്കുമ്പോൾ ഓട്ടോ ഷോക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് വണ്ടി. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതും ഈ ഒരു അട്രാക്റ്റീവ് അലോയ് വീൽസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടത്തെ കസ്റ്റം കിറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വണ്ടി പറയണ്ടല്ലോ, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അതായത് ലോവേഡാണ് വണ്ടി ടോട്ടലി വരുന്നത്. ഡോക്ടർ നാനോൻ്റെ സ്പ്രിങ്ങാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
പിന്നെ ട്യൂണിങ് കാര്യങ്ങളൊന്നും ഓവറായിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ബേസിക്സ് ആയിട്ടുള്ള എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ട്യൂണിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെ ഈസി പരമായിട്ടുള്ള ട്യൂണിംഗ് ഒന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല. പക്ക അതൊരു ഫാമിലി യൂസും കൂടി ഉള്ള വണ്ടിയാണ്, അതുകൊണ്ടാണ്. പിന്നെ ലോവർ ചെയ്തിട്ടുണ്ട്, അതും ഓവറായിട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ബാക്ക് കണ്ടില്ല, ബാക്ക് ഓവർ കട്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ട് അത്യാവശ്യം കുറച്ച് ബാക്കിനെക്കാട്ടി ഒരു 2 ഇരട്ടി കട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് ആ ഒരു പക്ക ലോവർ ഇരുന്ന ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. വിട്ടുന്ന് നോക്കും, പക്ഷെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടയർ എന്തായാലും ടയർ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. ബാക്ക് അത്യാവശ്യം ഉണ്ട്, കാരണം ബാക്കിലെ ലോഡ് കൂടുമ്പോൾ വണ്ടി എന്തായാലും അടി തട്ടാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ബാക്ക് കുറച്ച് പൊക്കിയിട്ടും ഫ്രണ്ട് കുറച്ച് താത്തിയിട്ടും വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വന്ന് റിമോസിൻ്റെ വാൾവട്രോണിക് എക്സോസ്റ്റാണ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത്. പെട്രോൾ വെഹിക്കിളാണ് കേട്ടോ. ഓക്കെ, പിന്നെ സ്പോയിലറൊക്കെ കമ്പനി സ്പോയിലർ തന്നെയാണ്. വേറെ കാര്യമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിൻഷീൽഡിൻ്റെ ഈ ഭാഗമൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടലി. ഇവിടെയൊക്കെ ബോഡി കളറാണ് വരുന്നത്. റാപ്പിങ്ങിൻ്റെ ഭാഗത്തിൽ പോലും ചെയ്തതാണ്. റാപ്പിംഗ് എന്തായാലും പക്ക നീറ്റായിട്ടുണ്ട്, ഒരു മിസ്റ്റേക്ക് പോലും പറയാനില്ല. 100 ഔട്ട് ഓഫ് 100 എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര തണുപ്പ് ക്ലൈമറ്റാണ് ഗൈസ്, അതാണ് ഒന്നാമത് വിറച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ. മഴയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വണ്ടി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. പക്ക ഒരു ക്ലീൻ ആൻഡ് നൈസ്, എന്താ പറയുക, ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ ഈ വണ്ടിൻ്റെ സൈഡ് ഗ്രാഫിക്സ് കണ്ടപ്പോൾ തന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു വണ്ടി ഈ ദുനിയാവിൽ വേറെ ഒരാളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ വണ്ടിയിലിട്ടോ മാഷാഅല്ലാ ഓണർ എന്തായാലും കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1 വീക്കിൻ്റെ വർക്കാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ ഫുൾ ബോഡി റാപ്പിങ്, പിന്നെ അതാണ് ഇത്ര ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു മിസ്റ്റേക്ക് പോലും, അതായത് ഇതുപോലെ ഐഡിയൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് കിട്ടുന്നില്ല. അതായത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാനില്ല ഇതിൽ, കാരണം പക്ക ജെന്യൂനായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ലുക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മെയിനായിട്ട് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ഹൈലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല എൻക്വയറീസ് വണ്ടിക്ക് വരാറുണ്ട്, ഓട്ടോ ഷോപ്പ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.